നമസ്കാരം. കുട്ടനല്ലൂർ സർവീസ് സഹകരണ ബാങ്കിലെ അഴിമതിക്കെതിരെ ഇന്ന് നടത്തുന്ന ഇവിടെ നിരാഹാര സമരത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ബിജെപിയുടെ ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് ശ്രീ വിപിൻ ഐനിക്കുന്നത്ത്, ഒല്ലൂർ മണ്ഡലം പ്രസിഡന്റ് സുശാന്ത് ഐനിക്കുന്നത്ത്, ഇത് ഉദ്ഘാടനം ചെയ്ത അഡ്വക്കേറ്റ് കെ അനീഷ് കുമാർ, മധ്യമേഖലാ വൈസ് പ്രസിഡന്റ് ശ്രീ ബിജോയ് തോമസ്, മറ്റ് എൻ്റെ പാർട്ടിയിലെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, നല്ലവരായി നാട്ടുകാരെ, ഏവർക്കും നമസ്കാരം. ഞാൻ ഇവിടെ വന്നിരുന്ന് ഈ കുട്ടനല്ലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ അഴിമതിയെ കുറിച്ചിട്ടൊക്കെ കേൾക്കുന്ന സമയത്ത് ഇത്രയും പോകുന്നൊരു ബാങ്കിൽ എന്താണ് ഇത്ര കാര്യമായിട്ട് നടക്കുന്നത് എന്ന് ഞാനിങ്ങനെ ചോദിച്ച് മനസ്സിലാക്കുകയായിരുന്നു. നോക്കിക്കഴിഞ്ഞപ്പോ ഈ കൂൾ ഫിലിം ഒട്ടിച്ച്, കറുത്ത കൂൾ ഫിലിം ഒക്കെ ഒട്ടിച്ചിട്ടിരിക്കുന്ന ഇത് ഒരു ചെറിയ ഒരു അധോലോകം തന്നെയാണെന്നാണ് മനസ്സിലാവുന്നത്. ഇതിന്റെ നായകൻ എന്ന് പറയുന്നത് റിക്സൺ പ്രിൻസ് എന്ന് പറയുന്ന ഭരണസമിതിയുടെ പ്രസിഡന്റ്. സഹകരണ ബാങ്കുകളുടെ അഴിമതി വന്ന് നോക്കുമ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് ഇതിന്റെ ഭരണസമിതിയിൽ ആരാണെന്നാണ്. എന്റെ സംശയം തെറ്റിയില്ല, CPM-കാര് തന്നെയാണ്. പാവപ്പെട്ട ജനങ്ങളുടെ പൈസ ഊറ്റിയെടുത്തുകൊണ്ട് സ്വന്തം കീശ വീർപ്പിക്കാൻ നടക്കുന്ന CPM നേതാക്കള് അതിന് കാണുന്ന ഒരു മറയായിട്ടാണ് ഇപ്പോൾ ഈ സഹകരണ സംഘങ്ങളെ അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കരുവന്നൂർ ബാങ്കിലെ അഴിമതികളെ കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടതാണ്. അതിനെതിരെ BJP നടത്തിയിട്ടുള്ള സമരങ്ങളും എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. അതിന് തുടർച്ചയെന്നോണം എന്ന് പറയുന്നത് പോലെയാണ് CPM-ന്റെ ഭരണസമിതി ഇവിടെ അഴിമതി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പറയുന്നത് ഓരോ സഹകരണ ബാങ്കുകൾക്കും ഒരു നിശ്ചിത പരിധിക്കുള്ളിലുള്ള സ്ഥലങ്ങൾക്കാണ് ലോൺ കൊടുക്കാൻ പാടുക. ഇവിടെ എവിടെയോ കിടക്കുന്ന പാറമടക്കൊക്കെ വെറും 30 ലക്ഷം രൂപ മാത്രം അതിന് ലോൺ കിട്ടുന്ന പാറമടക്ക് 1.5 കോടിയൊക്കെയാണ് ഇവിടെ ലോൺ കൊടുക്കുന്നത്. ഈ ലോൺ കൊടുക്കുന്നത് എന്തിനാണ്? അതിന്റെ കമ്മീഷൻ മുഴുവൻ ഈ ഭരണസമിതി അംഗങ്ങൾക്ക്. അത് വ്യാജ സീല് വെച്ചിട്ടും വ്യാജ പേപ്പറുകൾ ഉപയോഗിച്ചും ഇവിടെ അഴിമതി നടത്തിക്കൊണ്ടിരിക്കുന്നു. സാധാരണ ജനങ്ങൾക്ക് അവർ ചോദിക്കുന്ന ലോണുകൾ കൂടുതൽ പലിശയിട്ടിട്ട് കൊടുക്കുന്നു. അത് അടച്ചില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നേരത്തെ എനിക്ക് മുമ്പ് സംസാരിച്ചവർ പറഞ്ഞതുപോലെ അവരെ ഭീഷണിപ്പെടുത്തി അവരുടെ സ്ഥലം ജപ്തി ചെയ്ത്, വീട് ജപ്തി ചെയ്ത് കൊണ്ടുപോകുന്നു. വലിയ വലിയ മുതലാളിമാർക്ക് ഈ പറയുന്നത് പോലെ അവർ ആഗ്രഹിക്കുന്നതിലും കൂടുതൽ ലോൺ എടുത്ത് അതിന്ന് കമ്മീഷൻ പറ്റി ഒരു ഉളുപ്പുമില്ലാതെ വീണ്ടും ഈ ഭരണസമിതിയെ ഞാൻ മനസ്സിലാക്കുന്നത് സസ്പെൻഡ് ചെയ്തിരുന്നതാണ്. അതിനുശേഷം ഒരു അഡ്മിനിസ്ട്രേറ്റർ ഭരണം കൊണ്ടുവന്നിരുന്ന സ്ഥലമാണ്. പിന്നീടും തങ്ങളുടെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട്, കാരണം CPM ഇവിടെ ഭരിക്കുമ്പോൾ എന്ത് തോന്നിയാസവും ആവാം. അതിനിപ്പോ സഹകരണ മേഖല എന്നില്ല, എല്ലാ മേഖലയിലും നമുക്കറിയാം. ആരോഗ്യ മേഖലയിലാണെന്നുണ്ടെങ്കിലും ആഭ്യന്തര വകുപ്പിന്റെ കീഴിലാണെങ്കിലും എല്ലായിടത്തും സകലയിടത്തും അഴിമതിയാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് തോന്നിവാസം ചെയ്യാനുള്ള ലൈസൻസ് ആണ് ഇവരുടെ പാർട്ടി എന്ന് പറയുന്നത്. ഇതിന് കൂടെ പിടിക്കുന്നവരാണ് ഈ പാർട്ടിയുടെ നേതാക്കൾ എല്ലാവരും. അതുകൊണ്ട് തന്നെ പിരിച്ചുവിട്ടിട്ടുള്ള ഭരണസമിതി വീണ്ടും അധികാരത്തിൽ വരികയാണ്. അപ്പോൾ അവർ ചെയ്യുന്നത് എന്താണ്? നമ്മൾ സിനിമകളിലൊക്കെ കാണുന്നത് പോലെ അവരെ എതിർക്കുന്ന ആളുകളെ അവിടെ നിന്ന് മാറ്റി ചെറിയ ബ്രാഞ്ച് ഓഫീസുകളിലേക്ക് സ്ഥലം മാറ്റി അവിടെ തളച്ചിടും. അവർക്ക് ആരാണോ ഒത്താശ ചെയ്തു കൊടുക്കുന്ന ഉദ്യോഗസ്ഥർ അവർക്ക് പ്രമോഷൻ പോലെയുള്ള സംഭവങ്ങളെല്ലാം കൊടുത്ത് അവരെ നിലനിർത്തുന്നു. അല്ലെങ്കിൽ അവർക്ക് ആ ലോണുകളിൽ നിന്നൊരു കമ്മീഷൻ അവർക്കും കൊടുക്കുന്നു. ഇങ്ങനെ ഒരു കുത്തഴിഞ്ഞ ഒരു കാര്യമാണ് നമ്മൾ ഈ കാണുന്ന, നമ്മുടെ നേരെ മുമ്പിൽ കാണുന്ന ഈ ഒരു അധോലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അധോലോകം എന്ന് തന്നെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു. കാരണം ഇത് സഹകരണ ബാങ്ക് അല്ല, ഇത് സഹകരണ അഴിമതി പ്രസ്ഥാനമാണ്. പരസ്പരം തങ്ങളുടെ CPM നേതാക്കൾ പരസ്പരം സഹകരിച്ചുകൊണ്ട് അഴിമതി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനം. പാവപ്പെട്ട ജനങ്ങളുടെ പാർട്ടി അല്ലെങ്കിൽ സാധാരണക്കാരന്റെ പാർട്ടി എന്നൊക്കെ പറഞ്ഞ് അധികാരത്തിൽ വന്നിട്ടുള്ള CPM ഇപ്പോൾ ഇത്തരത്തിലുള്ള അഴിമതിക്ക് കൂട്ടുനിൽക്കുന്ന ഒരു പാർട്ടിയായിട്ട് മാറി എന്നുള്ളതാണ് ഇവിടെ വാസ്തവം. പക്ഷേ ഭാരതീയ ജനതാ പാർട്ടി ഇത്തരത്തിലുള്ള അഴിമതിക്ക് ഒന്നും കൂട്ടുനിൽക്കുന്നവരല്ല. അഴിമതി എവിടെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാലും ഞങ്ങൾ ഇതിനെ ശക്തമായിട്ട് തന്നെ എതിർക്കും. ഇന്നിപ്പോൾ ഈ സമരത്തിന് നേരത്തെ എനിക്ക് മുന്നേ സംസാരിച്ച എന്റെ സഹ കൗൺസിലർ കൂടിയായിട്ടുള്ള വിനോദ് പൊള്ളാഞ്ചേരി പറഞ്ഞതുപോലെ ഞങ്ങൾ പാർട്ടി അധ്യക്ഷന്റെ നിർദ്ദേശപ്രകാരം കൗൺസിൽ മീറ്റിംഗിൽ സുപ്രധാനമായിട്ടുള്ള വിഷയമുള്ളത് കൊണ്ട് കൗൺസിൽ മീറ്റിംഗിൽ പങ്കെടുക്കാൻ പോയതായിരുന്നു. അവിടെയും സുപ്രധാന വിഷയം എന്ന് പറയുന്നത് എന്താണ്? വികസനവും ഒന്നുമല്ല, അവിടെ നടക്കുന്ന അഴിമതിയാണ്. മിനി ടൂറിസ്റ്റ് ഹോമിന്റെ മറവിൽ CPM ഭരണസമിതി നടത്തുന്ന വലിയ അഴിമതി, അതിനെതിരെ സംസാരിക്കാൻ തന്നെയാണ് ഞങ്ങൾ കൗൺസിൽ മീറ്റിംഗിന് പോയത്. അതിനുശേഷം ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടെ സംസാരിക്കുന്നതും അതിനേക്കാൾ വലിയ അഴിമതി. തോന്നിയ പോലെ വായ്പകൾ കൊടുത്ത് തോന്നിയതുപോലെ ഇന്ന് കമ്മീഷൻ അടിച്ച് വ്യാജ പേപ്പർ, വ്യാജ സീലുകൾ ഉപയോഗിക്കാം. അങ്ങനെ ഒരു അധോലോക നേതാവിനെ പോലെ പെരുമാറുന്ന ഇതിന്റെ ഭരണസമിതി പ്രസിഡന്റ്.
അപ്പൊ ഞാൻ പറയുന്നത്, ഈ ചില്ലുമേടയിലൊക്കെ ഇരുന്നു കൊണ്ട് സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കേണ്ട. ഭാരതീയ ജനതാ പാർട്ടി നടത്തുന്ന ഈ സമരത്തിന്റെ അവസാനം എന്ന് പറയുന്നത്, നിങ്ങൾ ഈ ചില്ലുമേടയിൽ നിന്ന് അതെല്ലാം നിങ്ങൾ നാട്ടുകാർ തന്നെ അത് തല്ലി പൊളിച്ചുകൊണ്ട് നിങ്ങൾക്ക് അതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വേണ്ടി വരും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. വന്ദേ മാതരം. അവരെ കൊള്ളയടിച്ചുകൊണ്ട് സമൂഹത്തില് വലിയ സ്ഥാനങ്ങൾ വഹിക്കുന്ന കുറെ നേതാക്കന്മാര് നമ്മുടെ ഉള്ളിലുണ്ട്. അവരാരും പേരെടുത്ത് പറയാൻ ഞാനിപ്പോ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് പരിശോധിച്ചാൽ അറിയാം. ഒന്നും ഒരു ജോലിക്കും പോവാണ്ട് കോടികളുടെ ആസ്തിയും വലിയ ബംഗ്ലാവും 2-3 കാറായിട്ട് ജീവിക്കുന്ന സഖാക്കന്മാർ നമ്മുടെ ഇടയിലുണ്ട്. അപ്പൊ അവര് എങ്ങനെയാണ് ഈ സാധാരണക്കാരന്റെ ചോര കുടിച്ചുകൊണ്ട് ഇങ്ങനെ വീർക്കുന്നത് എന്ന് സമൂഹം ഇപ്പൊ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് തൃശ്ശൂരിൽ ഭാരതീയ ജനതാ പാർട്ടി കൈവരിച്ച വലിയ വിജയം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ അത് കണ്ടു. അപ്പൊ സമൂഹത്തിൽ ഇവരുടെ ചൂഷണങ്ങൾ ജനം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിന്റെ വലിയ മാറ്റങ്ങൾ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. തീർച്ചയായും ഇവരെല്ലാം നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുന്നതുവരെ ഇപ്പോ ഈ സഹകരണ സംഘത്തിലത്തെ കുറച്ച് കാര്യങ്ങളെല്ലാം EDയുടെ അന്വേഷണ പരിധിയിൽ വന്നു അല്ലെ എന്നാണ് അറിയാൻ സാധിച്ചത്. തീർച്ചയായിട്ടും നമുക്കറിയാം, സഹകരണ വകുപ്പിന്റെ തന്നെ അവരുടെ ഓഡിറ്റിംഗ് വിഭാഗത്തിൽ നടന്ന ഒരു അന്വേഷണത്തിൽ കേരളത്തില് 140-ലധികം സഹകരണ സംഘങ്ങള് തിരിച്ചു പൈസ കൊടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള സാമ്പത്തിക കടക്കണിയിലാണെന്നാണ് റിപ്പോർട്ട്. അപ്പൊ ഇവര് പാർട്ടിക്കാർക്ക് മാത്രം അംഗത്വം കൊടുത്തുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ വേറൊരാൾ ചോദ്യം ചെയ്യപ്പെടാൻ ഉണ്ടാവരുത് എന്നുള്ള ആ മനോഭാവത്തില് കുറച്ചു കാര്യങ്ങളായി മുന്നോട്ട് പോകുന്നതിന്റെ പിന്നിലെ അജണ്ട എന്താണെന്ന് ഇപ്പൊ വളരെ വ്യക്തമായിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ മുമ്പില് ആദ്യം ജനങ്ങളെ അറിഞ്ഞ ഒരു വലിയ കൊള്ള കരിമന്നൂർ സഹകരണ ബാങ്കിലാണ്. 300 കോടിയിലധികം രൂപ അവിടെ ഗൾഫിൽ പോയും കൂലിപ്പണിയെടുത്തും അവരുടെ സുഖ സൗകര്യങ്ങളെല്ലാം വേണ്ടാന്ന് വെച്ച് ഭാവിക്ക് വേണ്ടി സമ്പാദിച്ചു വെച്ച തുകയെല്ലാം മന്ത്രിയടക്കമുള്ള നേതാക്കന്മാര് സഖാക്കൾ വന്നിട്ടാണ് രാത്രിയിൽ വന്ന് കള്ള ഫയൽ ഉണ്ടാക്കി ആ പൈസ മുഴുവനും തുക അവിടെ അടിച്ചു മാറ്റിയത്. അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ഡയറക്ടർ ബോർഡ് അംഗങ്ങള് പല സ്ത്രീകളും ഈ ഇടപാടുകളൊന്നും അറിഞ്ഞിട്ട് പോലുമില്ല. അവര് കുടുംബശ്രീയിലും മറ്റ് തൊഴിലുറപ്പും പദ്ധതിയിലൊക്കെ ജോലി ചെയ്ത് അവിടെ നിന്ന് കാശ് കടം വെച്ചിട്ടാണ് ഈ മീറ്റിങ്ങിനെല്ലാം പങ്കെടുക്കാൻ ഓട്ടോസൊക്കെ വിളിച്ചു വരിക. ആ പാവങ്ങളെ പോലും കടക്കണിയിൽ വീഴ്ത്തിക്കൊണ്ടാണ് നമ്മുടെ സഖാക്കൾ എന്ന് പറയുന്ന ഒരു കൂട്ടം കൊള്ളക്കാര് ഇത്തരം സഹകരണ സംഘങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതും സാധാരണക്കാരന്റെ ചോര ഊറ്റി കുടിച്ചുകൊണ്ടിരിക്കുന്നതും. തീർച്ചയായിട്ടും ഇത് സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾക്കുള്ള തുടക്കമാണെന്ന് അറിയാം. കാരണം ഇവരുടെ ഈ ചെന്നായിനെ അട്ടുനൂലിട്ട ചെന്നായികളെ ജനം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവരെല്ലാം സാധാരണക്കാരന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നവരാണ്, അവകാശങ്ങൾ നേടിക്കൊടുക്കുന്നവരാണ് എന്നെല്ലാം പ്രസംഗിച്ചു നടക്കുകയും അവരെ ചൂഷണം ചെയ്തുകൊണ്ട് സമൂഹത്തിൽ വലിയ വസന്തമാളികകൾ കെട്ടിപ്പടുക്കുകയും ചെയ്യുന്നത് ഇപ്പോ ഈ സാധാരണക്കാരും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തന്നെ താഴെത്തട്ടിലുള്ള സാധാരണ പ്രവർത്തകരും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം, ഇതൊരു പോരാട്ടത്തിന്റെ തുടക്കമാണ്. ബിപിൻ ഐനികുന്നത്ത് നയിക്കുന്ന ഈ സഹന സമരത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഈ സാധാരണക്കാരന്റെ ജീവിതം ഒരു ചോദ്യചിഹ്നമായി നിർത്തിയ സഹകരണ സംഘത്തിലെ ഡയറക്ടർമാരും അതുപോലെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച നേതാക്കളെയെല്ലാം കൂച്ചുവിലങ്ങിടുന്നതുവരെ ഭാരതീയ ജനതാ പാർട്ടി ഈ സമരമുഖത്ത്
തുടരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനുവേണ്ടി ഈ നാട്ടിലെ മുഴുവൻ നല്ലവരായ ദേശസ്നേഹികളുടെയും പിന്തുണ ഞങ്ങൾക്കുണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഉപവാസ സമരത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.